140 ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തന്നെ ആലിംഗനം ചെയ്യാൻ ശ്രമിച്ച കോൺഗ്രസ് നേതാവ് ചെറിയാൻ ഫിലിപ്പിനെ തടഞ്ഞ് കൊല്ലത്തെ നിയുക്ത MLA ബിന്ദു കൃഷ്ണ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ മൂന്നാം ബലാത്സംഗ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. ആറാട്ടുപുഴ സ്വദേശിനിയായ യുവതിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം. സുനിത വധക്കേസ് പ്രതി ദീപകൃഷ്ണൻ കന്യാകുമാരിയിൽ പിടിയിൽ. ഭരണപരിചയം മുഖ്യമന്ത്രിയാകാൻ മാനദണ്ഡമല്ലെന്ന് VD സതീശൻ. തന്നെ ആലിംഗനം ചെയ്യാൻ ശ്രമിച്ച കോൺഗ്രസ് നേതാവ് ചെറിയാൻ ഫിലിപ്പിനെ തടഞ്ഞ് കൊല്ലത്തെ നിയുക്ത MLA ബിന്ദു കൃഷ്ണ. KPCC ആസ്ഥാനത്ത് നടക്കുന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കാനെത്തിയപ്പോഴാണ് ചെറിയാൻ ഫിലിപ്പ് ബിന്ദു കൃഷ്ണയെ ആലിംഗനം ചെയ്യാൻ ശ്രമിച്ചത്. ചെറിയാൻ ഫിലിപ്പിന്റെ ശ്രമം ബിന്ദു കൃഷ്ണ എതിർത്തെങ്കിലും വീണ്ടും ആലിംഗനം ചെയ്യാൻ ശ്രമിച്ചു. സംഭവത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ്. ബിന്ദു കൃഷ്ണ നടന്നു വരുന്നതാണ് ആദ്യം വീഡിയോയിൽ കാണുന്നത്. മാധ്യമങ്ങളോട് കുശലം പറഞ്ഞ് നീങ്ങിയ ബിന്ദു കൃഷ്ണ ചെറിയാൻ ഫിലിപ്പിനെ കാണുമ്പോൾ കൈ കൊടുക്കാനാണ് ശ്രമിച്ചത്. എന്നാൽ ചെറിയാൻ ഫിലിപ്പ് നേരെ വന്ന് അവരെ ആലിംഗനം ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചപ്പോൾ വീണ്ടും ആലിംഗനം ചെയ്യാൻ ശ്രമിച്ചു. പിന്നാലെ അവർ കൈകൂപ്പി മുന്നോട്ട് നീങ്ങുകയായിരുന്നു. മുൻ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ മൂന്നാം ബലാത്സംഗ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. തിരുവല്ല ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചത്. കേസെടുത്ത് 4 മാസം ആവുമ്പോഴാണ് SIT കുറ്റപത്രം സമർപ്പിക്കുന്നത്. വിദേശ മലയാളിയായ യുവതിയാണ് പരാതിക്കാരി. 31-കാരിയായ യുവതിയുടെ പരാതിയെ തുടർന്ന് ജനുവരി 10-നാണ് രാഹുൽ മാങ്കൂട്ടം അറസ്റ്റിലാവുന്നത്. ഷൊർണൂരിലെ KPM ഹോട്ടലിൽ നിന്നാണ് രാഹുലിനെ കസ്റ്റഡിയിലെടുത്തത്. പിറ്റേന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടലിനെ പത്തനംതിട്ട ജില്ലാ കോടതി മജിസ്ട്രേറ്റ് റിമാൻഡ് ചെയ്യുകയായിരുന്നു. ആറാട്ടുപുഴ കിഴക്കേക്കര സ്വദേശിനിയായ 40-കാരിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. 3-ാം വാർഡിൽ താമസിക്കുന്ന ഇവർ നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് ആരോഗ്യ വകുപ്പ് വ്യക്തമാക്കുന്നത്. 2.5 വർഷം മുമ്പ് അരയ്ക്ക് താഴെ തളർന്നതിനെ തുടർന്ന് തുടർച്ചയായി ചികിത്സയിൽ കഴിയുന്ന ഇവർ 6 മാസത്തിലൊരിക്കൽ നടത്തുന്ന പരിശോധനയ്ക്കും ഇഞ്ചക്ഷൻ അടിക്കുന്നതിനുമായി ഏപ്രിൽ 16-ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിയിരുന്നു. ചികിത്സയ്ക്ക് ശേഷം കഴിഞ്ഞ 2-ന് വീട്ടിലേക്ക് മടങ്ങിയെങ്കിലും ആശുപത്രിയിൽ ശേഖരിച്ച രക്തസാമ്പിളിന്റെ പരിശോധന ഫലം പിന്നീട് പോസിറ്റീവായി. അതോടെ ഇവരെ വീണ്ടും മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. സുനിത വധക്കേസ് പ്രതി ദീപകൃഷ്ണൻ കന്യാകുമാരിയിൽ പിടിയിൽ. വാടാനപ്പള്ളി സ്വദേശി സുനിതയെ ബാംഗ്ലൂരിലെ നായ്ക്കളുടെ ഷെൽട്ടർ ഹോമിൽ വെച്ച് മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ദീപകൃഷ്ണനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കന്യാകുമാരിയിൽ ഒളിവിൽ കഴിയുന്നതിനിടയിലാണ് ഇയാൾ വലയിലായത്. ബംഗളൂരുവിൽ ദീപക് നടത്തി വന്നിരുന്ന അനിമൽ ഷെൽട്ടറിൽ ജോലി ചെയ്യുകയായിരുന്നു സുനിത. മെയ് 3-ന് നടന്ന ലൈംഗിക അതിക്രമം തടഞ്ഞതിനെ തുടർന്നാണ് ദീപക് ഇവരെ ക്രൂരമായി മർദ്ദിച്ചത്. ഭരണരംഗത്ത് പ്രവൃത്തി പരിചയം കുറവാണെന്ന വിമർശനങ്ങളെ ശക്തമായി പ്രതിരോധിച്ചാണ് VD സതീശൻ രംഗത്തെത്തിയത്. നരേന്ദ്രമോദിയുടെയും VS അച്യുതാനന്ദന്റെയും ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഗുജറാത്ത് മുഖ്യമന്ത്രിയാകുന്നതിന് മുൻപ് നരേന്ദ്രമോദിക്ക് എന്ത് ഭരണപരിചയമാണ് ഉണ്ടായിരുന്നതെന്ന് സതീശൻ ചോദിച്ചു. ഭരണാധികാരികൾക്ക് വേണ്ടത് വ്യക്തമായ പ്ലാനുകളും അത് നടപ്പിലാക്കാനുള്ള ഉൾക്കാഴ്ചയുമാണ്.